ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ചാനലൊക്കെ തുടങ്ങി വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് അല്ലേ, കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥ വരില്ലേ. അങ്ങനെ കുറേ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് ഞാൻ. കാരണം നമുക്ക് ചാനൽ തുടങ്ങി ഫസ്റ്റ് ഒരു വീഡിയോസിന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ അവർ തരുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പിന്നെ നമുക്കത് എങ്ങനെയാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ ഞാൻ മ്യൂസിക് മ്യൂട്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക, വേറൊരു മ്യൂസിക് ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യലെടുത്തിട്ടോ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്തതിന്. ആദ്യം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കരുതാം, നല്ല അടിപൊളി പാട്ടും ഒക്കെ കാണുമ്പോൾ നമ്മൾ അത് പതുക്കെ നമ്മളെ ഷോർട്സിൽക്കാണ് ഇതാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നമ്മൾ കൊടുക്കില്ലേ. ഇനി നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് ക്ലിയർ ആക്കിയെടുക്കാം, മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കട്ടോ. പക്ഷെ അത് നമുക്ക് ഈ ഒരു വൈറ്റ് സ്റ്റുഡിയോയിൽ പറ്റൂല, നമുക്കതിൽ ക്രോമിൽ പോകണം കേട്ടോ. വൈറ്റ് സ്റ്റുഡിയോയിൽ നമുക്കിതിൽ നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ കേട്ടോ അറിയാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമുക്കത് മാറ്റിയെടുക്കാൻ മാറ്റി നമുക്ക് നമ്മളെ ഷോർട്സ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ കോപ്പിറൈറ്റ് ക്ലെയിം മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യാൻ കേട്ടോ. വൈറ്റ് സ്റ്റുഡിയോയിൽ നമുക്ക് എങ്ങനെ ഇത് അറിയാമെന്നല്ലേ. അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക, അതിൽ നമുക്ക് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് വന്ന ലൈക്കും കമൻറ്റും എല്ലാം ഉണ്ടാവും കേട്ടോ. ഇതിൽ നമുക്കറിയാം കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇത് ഇവിടെ ശരിയാവില്ല കേട്ടോ. നമുക്ക് നമ്മളെ വീഡിയോസിലോ ഷോർട്സിലൊക്കെ ഉള്ള കോപ്പിറൈറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ കഴിയും കേട്ടോ. അത് നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ അറിയാം കേട്ടോ. പക്ഷെ നമുക്ക് അത് ശരിയാക്കാനായിട്ട് ക്രോമിൽ പോകണം കേട്ടോ. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് വേണം കേട്ടോ നമുക്കത് അറിയാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ചാനൽ ക്രോമുമായിട്ട് കണക്ട് ചെയ്ത് കേട്ടോ. studio.youtube.com അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ നമ്മളെ ഫുൾ വീഡിയോസ് എടുക്കണമെങ്കിൽ നമുക്ക് വീഡിയോസ്, ഷോർട്സ് ആക്കണമെങ്കിൽ നമുക്ക് ഷോർട്സ് നോക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ നമുക്കത് ഫുൾ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ. ഏജ് റെസ്ട്രിക്ഷൻസ്, കോപ്പിറൈറ്റ്, ഡിസ്ക്രിപ്ഷൻ, മെയ്ഡ് ഫോർ കിഡ്സ്. ഇപ്പോൾ നമുക്കിതിൽ മെയ്ഡ് ഫോർ കിഡ്സ് അല്ല, കോപ്പിറൈറ്റാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ കോപ്പിറൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഒന്നിലും കോപ്പിറൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ക്രോമിൽ നമ്മൾ കോപ്പിറൈറ്റ് ഞാനിപ്പോൾ കാണിച്ചതല്ല സ്ക്രീൻഷോട്ടായിട്ട് അല്ല, എന്നുള്ള ഭാഗത്ത് നമുക്ക് കോപ്പിറൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ആ കോപ്പിറൈറ്റ് എന്ന് എഴുതിയ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കോപ്പിറൈറ്റ് വന്നിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു താഴെ കാണും കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ഫസ്റ്റത്തെ ഇറൈസ് സോങ്, പിന്നെ റീപ്ലേസ് സോങ്, അങ്ങനെ പിന്നെ ഡ്രിം ഔട്ട്, അങ്ങനെ ഒരു പിന്നെ ഉള്ളത് ഇപ്പോൾ ഡിസ്പി, അങ്ങനെ 4 ഓപ്ഷൻസ് കാണും കേട്ടോ. അതിൽ നമുക്ക് ഇറൈസ് സോങ് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെത്താനെ നമ്മുടെ സോങ് മ്യൂട്ടായിട്ട് പോകും കേട്ടോ. ഈ സോങ്ങിന് പകരം നമുക്ക് വേറൊരു സോങ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് സോങ് അത് കൊടുക്കട്ടോ. പിന്നെ ഡ്രിം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ലോങ് വീഡിയോസിലൊക്കെയാണ് നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെയാണ് നമുക്കറിയാമല്ലോ ഏത് ഭാഗത്തു നിന്നാണ് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരു റെഡ് മാർക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടുന്ന് എത്രത്തോളം കോപ്പിറൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണെങ്കിൽ നമുക്കത് ഡ്രിം ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ ഈ ഒരു 4 ഭാഗത്തായിട്ട്
4 ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ റീപ്ലേസ് സോങ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് തന്നെ തരുന്നുണ്ട് കേട്ടോ. കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് തന്നെ തരുന്ന ഈ റീപ്ലേസ് സോങ് എന്ന് പറയുന്നിടത്ത് നമുക്ക് കുറച്ച് മ്യൂസിക്കുകൾ തരും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പറ്റിയ മ്യൂസിക് ഏതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത്, ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കട്ടോ. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് അതിൻ്റെ പ്രോസസ്സ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഏകദേശം 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് നമ്മുടെ ഈ ഒരു എടുത്ത വീഡിയോസിൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം പോയിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്രോം ഓപ്പൺ ചെയ്യുക, നമ്മളെ കോപ്പിറൈറ്റ് ഉള്ള വീഡിയോസ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക് നോക്കാം കേട്ടോ കോപ്പിറൈറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ നമ്മളെ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. യാതൊരു പ്രയാസമല്ല. ഇതിപ്പോൾ നമുക്കൊരു സ്ക്രീൻ ആയിട്ട് കാണിച്ചു തരാൻ നമ്മുടെ കയ്യിൽ കോപ്പിറൈറ്റ് വന്നിട്ടുള്ള വീഡിയോസ് ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇത്രത്തോളം പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചുരുക്കി ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. കോപ്പിറൈറ്റ് ഫസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് ഫിൽറ്ററിൻ്റെ നേരെ എതിരായിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ കോപ്പിറൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിലോ ഷോർട്സിലോ കോപ്പിറൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പിറൈറ്റ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ സെലക്ട് ആക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം കേട്ടോ ഒരു പേജിലായിട്ട്. അതിൽ നമുക്ക് റീപ്ലേസ്, മ്യൂട്ട്, ഇതിലേത് വേണമെങ്കിലും കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ എന്ന് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ നമ്മളെ വീഡിയോയിലത്തെ കോപ്പിറൈറ്റ് ക്ലെയിമും ഒഴിവായി കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്. പക്ഷെ ഞാനൊക്കെ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്കതൊന്നും അറിയാതെ സംഭവിച്ചു പോയതാണ്. ഇപ്പം ഞാൻ ഒരു വീഡിയോസും കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ ഡിലീറ്റ് ചെയ്യലില്ല. ഇതുപോലാണ് ചെയ്യൽ. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കട്ടെ. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, യൂട്യൂബിനെ സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.